ബെസ്റ്റ് ഹോംസ്. ബെസ്റ്റ് ഹോംസ് ഈസ് ദ ബെസ്റ്റ്. ഞാനൊരു NRI ആണ്. എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളിൽ വല്ലാണ്ടങ്ങനെ ഇൻവോൾവ് ആയിട്ട് ഡേ ടു ഡേ അഫയേഴ്സ് നോക്കാൻ എനിക്ക് സമയം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ ഏൽപ്പിക്കുക. അങ്ങനെയാണ് ഫൈനലി ഞാൻ ബെസ്റ്റ് ഹോംസിലേക്ക് എത്തുന്നത്. അപ്പോൾ ബെസ്റ്റ് ഹോംസിൻ്റെ ഡിസൈൻ മുതൽ തന്നെ എനിക്ക് തൃപ്തിയായിരുന്നു. ഫോർമൽ കൺസ്ട്രക്ഷൻ ആണ് തുടക്കത്തിൽ ഏൽപ്പിച്ചത്. പിന്നെ എനിക്ക് തോന്നി ഇല്ല, എൻ്റെ മൊത്തം, കാരണം ബാക്കിയുള്ള സംഗതികളുണ്ടല്ലോ, സ്കോപ്പിനപ്പുറമുള്ള ബാക്കി എല്ലാ സംഗതികളും അവർ തന്നെ ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയും അതിന് സബ് കോൺട്രാക്ടേഴ്സിന് അവർ തന്നെ സെലക്ട് ചെയ്ത് തരും, കൊട്ടേഷൻസ് എനിക്ക് അയച്ചു തരും. എന്നെ സംബന്ധിച്ചോളം ആ വർക്ക് കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. കാരണം നമുക്കറിയാം ആ അർത്ഥത്തിലാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ചോയ്സുകൾ ഈ പ്രോജക്റ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്ത്, അതിനെ അഡാപ്റ്റ് ചെയ്യുന്നിടത്ത് അതിലൊക്കെ സത്യത്തിൽ ഭയങ്കര കംഫർട്ടായിരുന്നു അർത്ഥത്തിൽ. ഓക്കെ, റിക്വയർമെൻറ്റ്സ് ഒന്ന് വിശാലത ഉണ്ടാവുക എന്നുള്ളതായിരുന്നു, ഫീൽ ബിഗ്. രണ്ടാമത്തേത് നാച്ചുറലായിട്ടുള്ള എയർ എനിക്ക് ആസ്വദിക്കാൻ കഴിയാൻ വീടിൻ്റെ അകത്ത്. ദേ ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ് ഇൻ ദാറ്റ്.